CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെർണിച്ച് താരത്തിന്റെ മനസ്സ് തുറന്നിരിക്കുകയാണ്. താരത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് എത്താനുള്ള കാരണങ്ങളും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചെല്ലാം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഏതായാലും ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എനിക്ക് ഈ ഒരു ലീഗിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജോസ് ഇവിടെ കളിച്ചതും എനിക്ക് അറിയാം. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോളണ്ടിൽ കളിക്കുകയായിരുന്നു. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. കൂടാതെ ജോസ് ഇപ്പോഴും ഈ സ്ഥലത്തെ പറ്റിയും കൂടാതെ ഈ ഒരു ആരാധകരെ കുറിച്ചും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാറുള്ളത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് എന്നോട് ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് 3-4 തവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും മറ്റു ഓപ്ഷനുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമയം വന്നിരിക്കുന്നു. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തുടരാനാവുമെന്നും ഈ ഒരു 10ാം സീസൺ 1ാം സ്ഥാനത്ത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വലിയ വലിയ ക്ലബിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എന്നെ ഇതുപോലെ ഒരു ക്ലബ്ബ് പോലും സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു സ്വാഗതം വളരെ മനോഹരം തന്നെയായിരുന്നു. കൂടാതെ വിമാനത്താവളത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ എന്നെ സ്വീകരിച്ചപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നും ഓർമ്മയില്ലായിരുന്നു. ഏതായാലും ഫെഡോർ സെർണിച്ച് താരത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരാനുള്ള കാരണവും എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് എത്തിപ്പെട്ടത് എന്നും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെ കുറിച്ച് പറഞ്ഞതും ഇങ്ങനെയാണ്. താരത്തിന്റെ വാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.